ഇസ്ലാമിക പ്രസിഡന്റായിരുന്നു, വിജയൻ പ്രസിഡന്റായിരുന്നു, അങ്ങനെ ഒരുവിധ ആളുകൾ പ്രസിഡന്റായിരുന്ന നമ്മുടെ ബാങ്ക് ഇന്ന് നമ്മുടെ കൈവശമില്ല. നമ്മളെല്ലാ വിട്ടുവീഴ്ചകളും ചെയ്ത് നമ്മളെല്ലാ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് എന്ത് നേടണോ അതിനൊക്കെ നമ്മൾ ടീം UDF എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ മുഴുവൻ താല്പര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് പോലും കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണം ഉണ്ടാകണം. പെരിന്തൽമണ്ണയിലും അതുപോലെ മലപ്പുറം ജില്ലയിലും കേരളത്തിലുമൊക്കെ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരണം എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടി നമുക്കറിയാം പെരിന്തൽമണ്ണ നഗരസഭയൊക്കെ ചരിത്രത്തിൽ ആദ്യമായി UDF ഭരിക്കുന്നത് നമ്മൾ ചെയ്ത വിട്ടുവീഴ്ച അടിസ്ഥാനത്തിലാണ്. ആലിപ്പുറം പഞ്ചായത്താണെങ്കിലും പുരാമതൂർ പഞ്ചായത്താണെങ്കിലും AMSന്റെ നാട് ഏലംകുളം പഞ്ചായത്താണെങ്കിലും ഒക്കെ കോൺഗ്രസ് ചെയ്ത വിട്ടുവീഴ്ച അടിസ്ഥാനത്തിലാണ് UDF ഒക്കെ ഭരിക്കുന്നത്. പെരിന്തൽമണ്ണ നിയോജകമണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും നമ്മൾ ഭരിക്കുകയാണ്. അപ്പൊ ഇത്തരമൊരു സാഹചര്യമൊക്കെ നമ്മുടെ മുമ്പിൽ നമ്മൾ എല്ലാ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഇത്തരമൊരു ദുരനുഭവത്തിലേക്ക് നമ്മുടെ ആളുകളെ എത്തിച്ചത് ഏറെ ഖേദകരമായ കാര്യമാണ്. ഞങ്ങളത് ബഹുമാനപ്പെട്ട പാണക്കാട് സാദിഖലി തങ്ങളുടെ മുമ്പിൽ ഇതിന്റെ വിഷമം ഞങ്ങളൊക്കെ പെരിന്തൽമണ്ണയിൽ മുഴുവൻ നേതാക്കന്മാരും നമ്മുടെ ജില്ലയിലെ നേതാക്കന്മാരടക്കമുള്ള DC പ്രസിഡന്റ് അടക്കമുള്ള സുധാകരൻ അടക്കമുള്ള ആളുകൾ ഞങ്ങളത് തങ്ങളെ വിവരമറിയിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ശുഭപ്രതീക്ഷയിലാണ്. ഇനിയും വെളുത്ത വീരും എന്നൊരു ശുഭപ്രതീക്ഷയിലാണ് നമ്മളൊക്കെ. എന്നിരുന്നാൽ പോലും പെരിന്തൽമണ്ണ താലൂക്കിലെ നമ്മുടെ സഹകരണ വേദിയുടെ സഹകരണ രംഗത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശബ്ദം അല്ലെങ്കിൽ നമ്മുടെ ഒരുമ ഒത്തൊരുമയോട് പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് വളരെ പ്രയാസം തോന്നി. പ്രസംഗം പറഞ്ഞതുപോലെ നമ്മുടെ 6 താലൂക്കുകളിലെയും സഹകരണ വേദിയുടെ യോഗം കഴിഞ്ഞ് അവസാനം 7ാമത്തെ യോഗമാണ് അതിവിപുലമായി നമ്മൾ പെരിന്തൽമണ്ണയിൽ നിന്ന് ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഈ യോഗം ഇവിടെ ചേരുമ്പോൾ ഇതിന് വലിയ പ്രത്യേകതയുണ്ട്. ഒന്നാമതായി 7 യോഗങ്ങളിൽ ആദ്യമായിട്ടാണ് നമ്മുടെ സംസ്ഥാന ജില്ലാ പ്രസിഡന്റ് ശ്രീ GVS ജോയ് MLA പങ്കെടുക്കുന്ന ആദ്യത്തെ താലൂക്ക് കൺവെൻഷനാണ് നമ്മുടെ പെരിന്തൽമണ്ണ എന്ന് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നേരത്തെ മോസിനിയുടെ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം ഇത് സഹകരണ രംഗം ഏറ്റവും പ്രതിസന്ധി നേരിടുന്ന ഘട്ടങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 10 വർഷമായി നമ്മുടെ സഹകരണ മേഖലയെ ഒരുപാട് പുറകിലേക്ക് നയിച്ച ഒരുപാട് നയങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ നടപ്പാക്കി CPMന്റെ ഗവൺമെന്റുകൾ സഹകരണ മേഖല തകർത്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ ലിജു സഹകരണ മന്ത്രിയായി ചുമതല ഏറ്റെടുത്തതിനു ശേഷം സഹകരണ മേഖലയെ പുതിയ രീതിയിലുള്ള പുതിയ രൂപവും ഭാവവും നൽകി മുന്നോട്ട് പോകാനുള്ള ശ്രമം നടക്കുന്നതിനിടയിൽ ദൗർഭാഗ്യവശാൽ നമുക്ക് പെരിന്തൽമണ്ണക്കാർക്കൊരു പ്രയാസം വന്നു ചേർന്ന ഒരു അവസരത്തിലാണ് നമ്മൾ ഇന്നിവിടെ ഈ യോഗം ചെയ്തത്. നമുക്കറിയാം പെരിന്തൽമണ്ണ താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയന്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇരിക്കുന്ന ജീവനക്കാരും സഹകാരികളും ഒക്കെ ഏറെ മനോവിഷം അനുഭവിക്കുന്നൊരു സമയമാണ്. നമുക്ക് ഭരണം കിട്ടി. കോൺഗ്രസ് ചരിത്രത്തിൽ ഒരു കാലത്തും ഇല്ലാത്ത രീതിയിലുള്ള ഭൂരിപക്ഷത്തോടു കൂടി നമ്മുടെ MLA ഇന്ന് കേരളത്തിൽ മുക്കിലും മൂലയിലുമുള്ള മണ്ഡലങ്ങളിലൊക്കെ നമുക്ക് വിജയിക്കാൻ സാധിച്ചു. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നല്ല ചുറുചുറുക്കുള്ള മന്ത്രിമാർ നമ്മളെ കോൺഗ്രസിന്റെ മന്ത്രിമാർ ഇന്ന് ഭരണ സാരഥ്യം വഹിക്കുമ്പോൾ പെരിന്തൽമണ്ണയിൽ നമ്മുടെ സഹകരണ മന്ത്രി നമ്മുടെ മന്ത്രി കൂടിയായ സഹകരണ മന്ത്രി നൽകുന്ന വകുപ്പിൽ നമുക്കുണ്ടായ ചെറിയൊരു പ്രയാസം കഴിഞ്ഞ കാര്യമൊന്നും പറയാതിരിക്കാൻ അത് ജില്ലാ പ്രസിഡന്റിനെ മുമ്പാകെ അദ്ദേഹം അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും കഴിഞ്ഞ കാലങ്ങളിൽ പെരിന്തൽമണ്ണയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടായിരുന്ന വിഭാഗതയും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കഴിഞ്ഞ 1.5 വർഷക്കാലമായി ഞങ്ങളതൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് മലപ്പുറം ജില്ലയിൽ എന്നല്ല കേരളത്തിൽ തന്നെ ചിലപ്പോൾ ഒരു നിയോജകമണ്ഡലത്തിലും ഇല്ലാത്ത രീതിയിൽ പെരിന്തൽമണ്ണയിൽ ഒത്തൊരുമയോടുകൂടി ഒരു മനസ്സോടുകൂടി മുന്നോട്ട് പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ മറ്റേ ഞങ്ങളൊക്കെ വ്യത്യസ്ത ഒരു അഭിപ്രായങ്ങൾ പറയുന്നത് ഞാനൊരു കാര്യം പറയുമ്പോൾ അതിനെതിരായി സക്കീറും അതിനപ്പുറമത്ത് സുകുമാരനും അതിൻ്റെ അപ്പുറമായി ആരീസും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ കഴിഞ്ഞ ഒരു 1.5 വർഷമായി ഞങ്ങൾ ഒരേ ശബ്ദത്തോടു കൂടി ഇവിടെ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടായ ഒരു ദുരാനുഭവം നമ്മൾ പെരിന്തൽമണ്ണ സർക്കിൾ സഹകരണ യൂണിയനിൽ നമുക്കറിയാം കഴിഞ്ഞ 10 വർഷമായി LDF ആണ് ഈ സർക്കിൾ സഹകരണ യൂണിയൻ പെരിന്തൽമണ്ണയിൽ ഭരിച്ചിരുന്നത്. എന്നാൽ ഇപ്രാവശ്യത്തെ ഭരണ സാരഥ്യം നമ്മുടെ കയ്യിൽ UDFന്റെ കയ്യിൽ വന്നപ്പോൾ എന്തുകൊണ്ടും നമുക്ക് ഇപ്രാവശ്യം നമ്മുടെ ഈ സർക്കിൾ സഹകരണ യൂണിയന്റെ സാരഥ്യം നമുക്ക് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കുമെന്ന് ഉറപ്പ് വന്നപ്പോൾ
ഞങ്ങളൊക്കെ ഇരുന്നു കൊണ്ട് UDF നേതാക്കന്മാർ, മങ്കടയിലെയും പെരിന്തൽമണ്ണയിലെ നേതാക്കന്മാർ, ശ്രീ മഞ്ഞളാംകുഴി അലി സാഹിബിന്റെയും നജീബ് കാന്തപുരം MLA ഒക്കെ അനുവാദത്തോടു കൂടി ഞങ്ങൾ പെരിന്തൽമണ്ണ മുസ്ലിം ലീഗ് ഓഫീസിൽ ഞാനും സക്കീറും അടക്കമുള്ള മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാർ ഒത്തൊരുമിച്ചുകൊണ്ട് സ്റ്റാറ്റസ് കോ നിലനിർത്തിക്കൊണ്ട് നമുക്ക് ലഭിക്കുന്ന 5 സീറ്റിൽ 3 സീറ്റ് മുസ്ലിം ലീഗും 2 സീറ്റ് കോൺഗ്രസും മത്സരിക്കുക എന്നൊരു തത്വത്തിൽ ധാരണയാകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ലീഗ് പറഞ്ഞതുപോലെ ഞങ്ങൾ വന്ന സലാം വക്കീലുമാണ് അല്ലെങ്കിൽ AK നാസറും ഒക്കെ പറഞ്ഞത് ശിരസ വഹിച്ചുകൊണ്ട് ഞങ്ങൾ അത് കോൺഗ്രസിന് 2 സീറ്റ് ഏതായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആ 2 സീറ്റിലേക്ക് ജീവനക്കാരുടെ പ്രതിയും പാക്സിലേക്ക് ഒരു സീറ്റും സമ്മതിച്ച് നമ്മളത് മിനിറ്റ്സിൽ രേഖപ്പെടുത്തി 24-ാം തീയതി ആ മിനിറ്റ്സിൽ രേഖപ്പെടുത്തി UDFന്റെ യോഗം ചേർന്ന് 10 മിനിറ്റ് കൊണ്ട് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ ഞങ്ങൾ ആ യോഗം അവസാനിപ്പിച്ച് ഞങ്ങൾ 25-ാം തീയതി പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും UDFന്റെ 5 സ്ഥാനാർത്ഥികൾ ഒരുമിച്ചാണ് നോമിനേഷൻ കൊടുക്കാൻ പോയത്. ആ നോമിനേഷൻ നമ്മുടെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പൂരിപ്പിച്ചത് നമ്മുടെ KCFന്റെ നേതാവ് ശ്രീ അക്ബറാണ്. അങ്ങനെ നമ്മുടെ മുഴുവൻ ആളുകളും ഒന്നിച്ച് എയർ ഓഫീസിൽ പോയി നോമിനേഷൻ കൊടുത്ത് തിരിച്ചു വന്ന് പിറ്റേന്നാണ് നമ്മൾ അറിയുന്നത് മറ്റ് 2 സ്ഥാനങ്ങളിലേക്ക് കൂടി നമ്മുടെ ഘടകകക്ഷികളായ കളിക്കാർ വോട്ട് ചെയ്ത ഒരു നോമിനേഷൻ കൊടുത്തിരുന്നത്. വെഡിങ് സ്റ്റൈലിംഗ് എനിക്ക് പാഷനും പ്രൊഫഷനുമാണ്. സ്വന്തം ഫ്രണ്ട്സിന്റെ വിവാഹമാകുമ്പോൾ അതെനിക്ക് പേഴ്സണലും. ഷാഹിനയ്ക്ക് ആന്റിക് നെക്ലസ് സെറ്റ്, കീർത്തിക്ക് ട്രഡീഷണൽ നഗാസ് കളക്ഷൻ, സാരയ്ക്കായി സിമ്പിൾ ആൻഡ് ക്ലാസി ഡയമണ്ട് സെറ്റ്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.